എന്താ മഞ്ജരി, എന്തോ വലിയ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ കാണാനാണോ വന്നത്? സരയു അർജന്റായിട്ട് കാണുമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആന്റി. അവര് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കുന്നില്ലല്ലോ വിവേക്, വോയിസ് കട്ടാവുന്നുണ്ട്. അവര് പോയിട്ടുള്ള സ്ഥലത്ത് സിഗ്നൽ വീക്കാണെന്ന് തോന്നുന്നേ. നെറ്റ്വർക്ക് പ്രോബ്ലം ആണെങ്കിൽ അവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇനി എന്ത് ചെയ്യും വിവേക്? അവരെവിടെയാ പോയത്, ആരെയാ കണ്ടത്, എന്താ സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞല്ലേ പറ്റൂ. റേഞ്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തു പറ്റി സരയു? അർജന്റായിട്ട് കാണുമെന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ പേടിക്കണ്ട, ആന്റി നമ്മുടെ ആള് തന്നെയാ. അതേ സരയൂ, എന്റെ മുമ്പില് നിങ്ങൾ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തും തുറന്ന് പരസ്പരം സംസാരിക്കാം. അല്ല, ചക്കിയുടെ കാര്യം എന്തായി സരയു? ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടില് നാഷണൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് കുറച്ചു പേര് വന്നില്ലേ? അതെ, നാളെ എന്തോ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി മിഥുന്റെ മേഘനയുടെ സൈനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. മിഥുനും മേഘനയും സൈൻ ചെയ്തത് കുട്ടികളെ കോമ്പറ്റീഷൻ അയക്കാൻ വേണ്ടി ആയിരുന്നില്ല. അവരുടെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ രണ്ടുപേരും അപ്രൂവ് ചെയ്തതാ. എന്താ ഈ പറയുന്ന സരയൂ? കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാനോ? ആന്റിയോട് നീ ഒന്നും പറഞ്ഞില്ലേ മഞ്ജരി? ദൈവം അറിയുന്നേ ഉള്ളൂ. ഒന്നുമില്ല ആന്റി, മിഥുനെ ഈ വരാൻ പോകുന്ന ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് മിഥുന്റെ രക്തത്തിൽ തന്നെ പിറന്ന പെൺകുട്ടിയാവണോന്ന് അരുണിമാന്റി പറഞ്ഞത് ഓർമ്മയില്ലേ? അതിന് ആ പെൺകുട്ടി ഓൾറെഡി ജനിച്ചു കഴിഞ്ഞതല്ലേ? അതല്ലേ നമ്മുടെ ചക്കി. എക്സാക്ട്ലി. അന്ന് നടന്ന റോഡ് ആക്സിഡന്റിൽ നിന്നും മിഥുനെ രക്ഷിച്ചതും അതേ ചക്കി തന്നെയാ. അന്ന് ആക്സിഡന്റ് ഉണ്ടാവുന്ന അതേ സമയത്ത് ചക്കി ഫോൺ ചെയ്തിരുന്നു. അതുകൊണ്ടാ മിഥുൻ ആ കാറിന്റെ സ്പീഡ് കുറച്ചത്. അതുകൊണ്ടാ വലിയൊരു ആപത്ത് ഒഴിഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ പ്ലാനും മിസ്സായത്. ഇല്ലായിരുന്നെങ്കിൽ മിഥുനും മേഘനയും ഇപ്പൊ നരകത്തിലെത്തിയനെ. ചക്കി മിഥുന്റെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അരുണിമാന്റി പിന്നെ എന്നെ അവിടെ നിർത്തുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ആ സത്യം അരുണിമാന്റി അറിയുന്നതിന് മുമ്പ് എനിക്കും മിഥുനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിയണം. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ മിഥുനും ഞാനും കൂടുതൽ ക്ലോസ് ആവണം. എന്നാലും അതും കുട്ടികളുടെ കിഡ്നാപ്പും തമ്മില് എന്താ ബന്ധം? ബന്ധമുണ്ട് ആന്റി. നാളെ ത്രയോദശയാ, എന്നുവെച്ചാ മിഥുന് വീണ്ടും ആപത്തുണ്ടാവുന്ന ദിവസം. നാളെ ചക്കി മിഥുന്റെ കൂടെ ഉണ്ടെങ്കിൽ മിഥുന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാ ചക്കിയും മിഥുനും തമ്മിൽ അകന്നു കഴിഞ്ഞാ പിന്നെ നാളെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഉറപ്പാ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ അരുണിമാന്റി കൂടുതൽ പേടിക്കും. ആ പേടി തട്ടി കഴിയുമ്പോ എന്നെ മിഥുനെ ആന്റി തന്നെ ഒന്നിപ്പിക്കാൻ നോക്കും. അതുകൊണ്ടാ ചക്കിയും മിഥുനയും തമ്മിൽ ഞാൻ അകറ്റുന്നത്. പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ടോ? പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആന്റി. അത് തീർച്ചയായിട്ടും വർക്കൗട്ടോ. ചക്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന സമയം എപ്പോഴാ സരയൂ? നാളെയാണ്. അതുകൊണ്ടാ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ആൾക്കാരെ അയച്ചത്. ഈ ഗുഡ് ന്യൂസ് പറയാനാണോ നീ എന്നോട് വരാൻ പറഞ്ഞത്? അല്ല, നാളെ കുട്ടികളുടെ കിഡ്നാപ്പ് പെർഫെക്റ്റ് ആയി നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരും കുട്ടികൾ പോകുന്ന വാനിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ആരും ആ സമയത്ത് പുറത്തു പോവാതെ നിങ്ങൾ നോക്കണം. പക്ഷെ ആരെങ്കിലും ഒരാള് നാളെ എന്തായാലും കുട്ടികളുടെ പിന്നാലെ പോവും. അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ തടയാം. എനിക്ക് എന്ത് തിരിച്ചു തരും? ആന്റിക്ക് എന്താ വേണ്ടത്? കാശാണോ? അല്ല, എന്റെ മരുമകൾ ചാരുവിന്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു ഐഡിയ. ചാരുവിനെ ഇല്ലാതാക്കാനാണോ? അതെ, അവളിപ്പോ എന്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നോ. എന്റെ കാലി തറച്ച മുള്ള അവള്. സമാധാനം നശിപ്പിക്കാൻ വന്നവള്. എനിക്ക് അവളെ കാണുന്ന ഇഷ്ടമല്ല. മിഥുനും മഞ്ജരിയും തമ്മിലുള്ള കല്യാണ ഡ്രാമയില് എന്തോ മരുന്ന് ഉപയോഗിച്ച് നീ മായം കാണിച്ചതല്ലേ? അതുപോലെ എന്റെ മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്ക്. അതിനുള്ള മരുന്നൊക്കെ എന്റെ പാക്കേജിലുണ്ട് ആന്റി. എല്ലാ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റും അതിലുണ്ട്. ജീവൻ പകുത്തു നൽകിയെന്ന് ഓർക്കാതെ എന്റെ മരുന്ന് പ്രവർത്തിക്കും. സ്നേഹം പകയായി മാറും.
എന്നാൽ ആ മരുന്ന് തന്നെ എനിക്കും വേണ്ടത്. എന്റെ മകൻ അവളെ വെറുക്കണം, അവളെ വേണ്ടെന്ന് വെക്കണം, ആ വീട്ടിൽ നിന്ന് അവളെ ചവിട്ടി പുറത്താക്കണം. ഓക്കെ ആന്റി, നാളെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാനും ചെയ്തുതരാം. ഒരു വെടിക്ക് നമുക്ക് 2 പക്ഷികളെയും കൊന്നേക്കാം. ഡാൻസ് അറിയൂ, ഞാൻ റെഡി. ഞാൻ ആ സമയം തൊട്ട് ട്രൈ ചെയ്യുകയാണ് രമേ. മിനിസ്റ്ററുടെ പിയോടും ഹയർ അതോറിറ്റീസിനോടും സംസാരിക്കുന്നുണ്ട്. കല്ലടിയിൽ ചടങ്ങ് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. നേരത്തെ ഫിക്സ് ചെയ്തതുപോലെ നാളെ തന്നെ ആ പ്രോഗ്രാം നടത്തണമെന്നാണ് പറയുന്നത്. നാളെ ത്രയോദശി ജയേട്ടാ. ജീവൻ അപായം ഉണ്ടെന്ന കാര്യം അറിഞ്ഞിട്ടും നമ്മൾ എങ്ങനെയും ഇതിനെ പുറത്തു വിടുന്നേ? ഒരു പ്രാവശ്യം കൂടി മിനിസ്റ്ററോടൊന്ന് സംസാരിച്ചു നോക്ക്. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ലമ്മേ. ഓൾറെഡി ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാ. സെൻട്രൽ മിനിസ്റ്ററിന് നാളെ ഇവിടെ നമ്മുടെ പ്രൊജക്ടിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം മാത്രമല്ല, മറ്റൊരു പൊളിറ്റിക്കൽ മീറ്റിംഗും ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിന് ഈ പ്രൊജക്ട് കിട്ടിയതിനെ കുറിച്ച് നാളെ സഭയില് മിനിസ്റ്ററിന് എന്തൊക്കെയോ പറയാനുണ്ടെന്നും പറഞ്ഞു. ഫൗണ്ടേഷൻ സ്റ്റോൺ നാളെ ഇനോഗ്രേറ്റ് ചെയ്യാതെ മിനിസ്റ്റർക്ക് ആ സഭയില് ഈ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നാളെ ഈ പ്രോഗ്രാം നടത്തിയേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സിറ്റുവേഷനിൽ നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രോജക്റ്റ് പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റുപറ്റിയ ആ പ്രോജക്റ്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഓൾറെഡി നമ്മുടെ എതിരാളികള് കാത്തിരിക്കുകയാണല്ലോ. പ്രോജക്റ്റ് കൈവിട്ടു പോയാ നമ്മുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കില്ലേ? എന്ത് പോയാലും ശരി, എനിക്ക് മിഥുന്റെ ജീവൻ തന്നെ വലുത്. മിഥുനാണെങ്കിൽ നാളത്തെ ആ പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കല്ലേ. മിഥുനോട് എന്ത് പറഞ്ഞാ തടയുന്നേ? എന്നാ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്ക്. എനിക്ക് ഈ പ്രോജക്റ്റിനേക്കാളും വലുത് മിഥുന്റെ ജീവൻ തന്നെയാ. അതിന് ഈ പ്രൊജക്ട് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലമ്മേ. ഒരു കാരണവശാലും ഈ പ്രൊജക്ട് നമ്മുടെ കൈമറഞ്ഞു പോവാനേ പാടില്ല. ഈ പ്രൊജക്ട് ഒന്ന് കയ്യിലായി കിട്ടാൻ മിഥുനേട്ടൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മിഥുൻ അങ്ങനെ ചെയ്തത് എനിക്ക് വേണ്ടിയല്ലേ മേഘനെ? ഇപ്പൊ മിഥുന്റെ ജീവന് വേണ്ടി അത് വേണ്ടാന്ന് വെക്കുന്നത് ഞാനാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, മിഥുൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പ്രോഗ്രാമിൽ നാളെ മിഥുൻ എത്തിയില്ലെങ്കിൽ മിനിസ്റ്ററിന് അതൊരു തെറ്റിദ്ധാരണ ആകില്ലായിരുന്നുമേ. പൊളിറ്റിക്സ് അപ്പം മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്റർ അല്ല, സെൻട്രൽ മിനിസ്റ്ററാണ്. ഐ ഡോണ്ട് കെയർ ജയേട്ടാ. കൂടിപ്പോയാ ഈ പ്രൊജക്ട് ക്യാൻസൽ ചെയ്ത് നമ്മളോട് പക തീർക്കുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും നമുക്കത് നേരിടാൻ ജയേട്ടാ. അധികാരത്തിലുള്ളവരുമായിട്ട് വെറുതെ എന്തിനാമേ നമ്മൾ പകവെക്കുന്നത്? ഈ ഇഷ്യൂ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാ വേണ്ടത്. നിനക്കെന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ മോളെ? ആ ഉണ്ടച്ചാ, നമ്മളിപ്പോ മിഥുനേട്ടനോട് ആ പ്രോഗ്രാമിന് പോവണ്ട എന്ന് പറഞ്ഞാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ ഓൾ ഓഫ് എ സഡൻ അദ്ദേഹത്തിന് പകരം അച്ഛനും അമ്മയും പ്രോഗ്രാമിന് പോവാന്ന് തീരുമാനിച്ചാ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓൾറെഡി ഇപ്പൊ തന്നെ ഇനോഗ്രേഷന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്തായാലും നാളെ മിനിസ്റ്റർ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ വരും. മിഥുനേട്ടനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വീട്ടില് ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നും മിഥുനേട്ടൻ അതിന്റെ ഏർപ്പാടുകൾ ചെയ്യാണെന്നും പറഞ്ഞാ പോരെ? മിഥുനേട്ടന്റെ അടുത്ത് നമുക്ക് അങ്ങനെ തന്നെ പറയാം. മിഥുനേട്ടൻ പുറത്തു പോവാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പ്രോജക്റ്റിന്റെ ഫോർമാലിറ്റീസ് എല്ലാം നൈറ്റ് പാർട്ടിയിൽ വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സൂപ്പർ മേഘനെ, മിനിസ്റ്ററിനെ വേദനിപ്പിക്കാതെ മിഥുനൊന്നും അറിയാതിരിക്കാനും പറ്റിയ പ്ലാൻ തന്നെയായത്. പ്രോഗ്രാം വേണ്ടെന്ന് വെക്കേണ്ട കാര്യവുമില്ല. പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യും. നീ എന്ത് പറയുന്നേ? എല്ലാം ഓക്കെ തന്നെയാണ്. അമ്മ ഇതോർത്തിനെ ടെൻഷൻ അടിക്കേ വേണ്ട. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഭംഗിയായിട്ട് നടക്കും. എന്തൊക്കെ നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, മിഥുനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. മിഥുൻ നാളെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇവിടെ നീ നന്നായിട്ട് അവനെ നോക്കിക്കൊള്ളണം. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. എല്ലാം ശരിയായിട്ട് ചെയ്തോളാം. അമ്മ ഒന്ന് പേടിക്കാതിരുന്നാ മതി.
ചിക്കു, ഇന്ന് നടക്കാൻ പോകുന്ന ക്വിസ് കോമ്പറ്റീഷനില് നമ്മൾ എല്ലാത്തിനും ആൻസർ ചെയ്യണം. എന്നിട്ട് നാഷണൽ ലെവലിൽ സെലക്ട് ആവണം. തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ആവും ചക്കി. നമ്മുടെ പേരും ഫോട്ടോസും ഒക്കെ ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ വരും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും നല്ല പേരാവില്ലേ ചിക്കു? അത് ശരിയാ ചക്കി. നമ്മുടെ ഫാമിലിക്ക് നല്ല പേര് കേൾപ്പിക്കണമെന്ന് ചെറിയച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? പക്ഷിശാസ്ത്രം പറയും, പക്ഷിശാസ്ത്രം പറയും, പക്ഷിശാസ്ത്രം പറയും, പക്ഷിശാസ്ത്രം പറയും. ചിക്കു, ദേ പക്ഷിയെ കൊണ്ട് ഭാവി പറയിപ്പിക്കാന്ന്. വാ ചക്കി, നമുക്ക് പോയി നോക്കിയാലോ? പക്ഷിശാസ്ത്രം പറയും, പക്ഷിശാസ്ത്രം. എന്താ കുട്ടികളെ, പക്ഷി ജ്യോത്സ്യം കേൾക്കാൻ വേണ്ടി വന്നതാണോ? ഞങ്ങൾക്ക് അതൊന്നും അറിയണമെന്നില്ല. പക്ഷെ കുറച്ചു നേരം ആ പക്ഷി ഞങ്ങൾക്ക് കളിക്കാൻ തരുമോ? ആ പക്ഷിയൊന്ന് പുറത്തേക്ക് തുറന്നു വിടൂ, ഞങ്ങളൊന്ന് കൊഞ്ചിച്ചിട്ട് തിരിച്ചു തരാം. ഇത് കളിക്കാനുള്ള പക്ഷിയല്ല, ജ്യോതിഷം പറയുന്ന പക്ഷിയാണ് കുട്ടികളെ. ചക്കി, ചിക്കു, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? അല്ല, ആരാ ഇത്? വാ മോളെ, ഇങ്ങി വാ. പക്ഷി നിങ്ങളുടെ ഭാവി പറയും. നിന്റെ ഭാവി എന്താണെന്ന് നിനക്കറിയണ്ടേ? എന്റെ തത്തമ്മ എല്ലാം സത്യങ്ങളെ പറയൂ. അമ്മേ, ഞങ്ങൾക്ക് ആ പക്ഷിയെ അടുത്തു നിന്ന് കാണണമെന്നുണ്ടമ്മേ. ആ പക്ഷി ഒന്ന് പുറത്തിറക്കാൻ പറയോ? ആ തത്ത പുറത്തു വന്നാൽ അത് നന്നായി ജോത്സ്യം പറയോ അതോ പറന്നു പോകുമെന്ന് നോക്കണല്ലോ അമ്മേ. ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച നിങ്ങൾ ഭാഗ്യവതിയാ. ഈ കുട്ടികളുടെ ഭാവി എന്താകുമെന്ന് ഈ തത്തമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും. ചോദിച്ചു മനസ്സിലാക്കും മോളെ. ശരി, വന്നോളൂ. വാങ്ക. നോക്കു കുട്ടികളെ, കാശ് വെച്ചില്ലെങ്കിലേ തത്തമ്മ പുറത്തു വരില്ല. എന്റെ കയ്യില് കാശുണ്ട്. മോളുടെ പേരെന്താണെന്ന് പറയൂ. എന്റെ പേര് മേഘന. ഇറങ്ങി വാ തത്തമ്മേ, ഇറങ്ങി വന്ന് സത്യങ്ങൾ പറഞ്ഞാട്ടെ. ഇവരുടെ ഭാവി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പുറത്തേക്ക് വന്നിട്ട് മേഘനാമ്മയുടെ ഭാവി പറയുന്ന ഒരു ചീട്ടെടുത്ത് തന്നേ. രാമനും സീതയും ലവകുശ സമേതം നിൽക്കുകയാണല്ലോ മോളെ. നിങ്ങളുടെ ഭർത്താവ് സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ തന്നെയാ. ഭാര്യയായ നിങ്ങൾ സീതാദേവിയും. നിങ്ങളുടെ കുട്ടികൾ ലവകുശന്മാരാണ്. ആ സീതാരാമന്മാരെ പോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നു അല്ലേ? ലവകുശന്മാർ രാമനിൽ നിന്നും അകന്നതുപോലെ ഈ കുട്ടികൾ അച്ഛനിൽ നിന്നും അകന്നിട്ട് വീണ്ടും ഒന്നിച്ചതല്ലേ? ഒരു നല്ലതും ഒരു ചീത്തയും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. അകന്നൂന്ന് കരുതിയ പലതും തിരികെ വരാൻ പോകുന്നു. അടുത്തു നിൽക്കുന്നത് അകന്നു പോകാൻ സാധ്യതയുണ്ടോന്ന് ഒരു സംശയം കാണുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ശക്തമായ ഒരു ആപത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഭർത്താവിന് ഇനി സന്തോഷമുണ്ടാകൂ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഈ ആപത്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും കാണിക്കുന്നത്. ഈ ദിക്കിലേക്കാണ് നിങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങൾക്ക് ജയം മാത്രമേ ഉണ്ടാകൂ. ദിക്കുകൾ തമ്മിൽ മാറിപ്പോകരുത്. മറ്റാരെയും വിശ്വസിക്കണ്ട. നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്.
എതിരെ വരുന്ന എന്തിനേയും നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു അജയ്യാണ്. ഈശ്വരാധീനം നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട്. എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെയാവട്ടെ. ഈശ്വര, ആപത്തിന് ഏത് രൂപത്തിലാണാവോ വരുന്നത്? ഞങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ? ഹലോ മേഘ്നെ, എന്താ ആകെ ഡള്ളാണല്ലോ. ആ കിളി ജോത്സ്യം വന്നിട്ട് എന്താ പറഞ്ഞിട്ട് പോയേ? നിന്റെ ജീവിതം അങ്ങോട്ട് ഗോവിന്ദയാണെന്നാണ് പറഞ്ഞിട്ട് പോയേ. അതും ഇനി വരാൻ പോകുന്നത് നിന്റെ കഷ്ടകാലാണെന്നാണോ പറഞ്ഞേ? മിഥുനും ഈ വീടും തമ്മില് നിനക്കിനി ഒരു ബന്ധം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാം കേട്ടിട്ട് വന്ന് ചോദിക്കുന്നത് എന്തിനാ? ഞാൻ നിന്റെ തലയ്ക്ക് മീതെ വന്ന ആപത്താണെന്നല്ലേ പറഞ്ഞേ? അതല്ലേ ആ ജോത്സ്യം വന്ന് പറഞ്ഞത്? അല്ല, ആ തത്ത വന്നിട്ട് രാമായണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഇന്ന് വന്ന തത്ത പറഞ്ഞ ഈ രാമായണത്തില് സീതയാണ് ശൂർപ്പണഖയുടെ മൂക്ക് ചെത്തി കളയാൻ പോകുന്നത്. എന്നുവെച്ചാ നീ സീതയും ഞാൻ ശൂർപ്പണഖയാണെന്നാണോ? ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കി എടുത്തല്ലോ. നിന്റെ ചെവിയും മൂക്കും മുറിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാ. അയ്യോ, വൈകുന്നേരം നീ ഇതൊക്കെ തന്നെ പറയണം മേഘനെ. ഇന്ന് ആപത്തുണ്ടാവാൻ പോകുന്നത് മിഥുനല്ല, നിന്റെ ജീവൻ ആപത്ത്. എന്നേക്കുമായിട്ട് നിന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കാനായിട്ട് ആപത്തിന്റെ രൂപത്തിൽ മുഹൂർത്തം കുറിച്ച് വെച്ചിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞത് കള്ളത്തരൊന്നുമല്ല, നടക്കാൻ പോകുന്നതാ. അത് നിനക്കും അറിയാന്നാ. നിന്റെ കണ്ണിലെ പേടി തന്നെ വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ കണ്ണുകളിലെ പേടി എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ശരിയാ, എനിക്ക് നല്ല പേടിയുണ്ട്. നീ എന്നെ എന്തോ ചെയ്തു കളയുന്നുള്ള പേടിയല്ല അത്. ഈ ആപത്ത് കാരണം മിഥുനേട്ടൻ എന്തേലും സംഭവിക്കുക എന്നുള്ള പേടിയാ. പക്ഷെ 24 മണിക്കൂറും മിഥുനേട്ടനെ പ്രേമിക്കാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിനക്ക് ഒരു തരി പേടിയുള്ളതായിട്ട് തോന്നുന്നില്ല. അതിനാരാ പറഞ്ഞത് എനിക്ക് പേടിയില്ലെന്ന്? മിഥുനെ രക്ഷിക്കാനുള്ള ശക്തിയൊക്കെ ഈശ്വരൻ ഇപ്പൊ എനിക്കല്ലേ തന്നിരിക്കുന്നത്. മിഥുന്റെ രക്തത്തിൽ എനിക്കുണ്ടാവുന്ന കുഞ്ഞല്ലേ എന്റെ മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. നീയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആപത്ത്. അതുകൊണ്ട് അതും പ്രതീക്ഷിച്ച് നീ ഇരിക്കണ്ട. കുറുക്കന്മാർക്കൊരിക്കലും ജീവനുള്ളതിനെ ഒന്നിനെയും കണ്ടെത്താനാവില്ല. വെറും ഡെഡ് ബോഡി മാത്രമേ പറ്റൂ. നിന്റെ അവസ്ഥയും അത് തന്നെയാ. ആവേശം വേണ്ട മേഘനെ. ഞാൻ ഇവിടെ ജീവനോടെ ഉള്ളിടത്തോളം മിഥുനെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നീ പറഞ്ഞ പോലെ ഞാൻ ആപത്തായിരിക്കാം, പക്ഷെ അത് മിഥുനല്ല, നിനക്കാ. നീ ആരുടെ ആപത്താണെന്ന് ഞാൻ തെളിയിച്ചോളാം. അതിനുള്ള സമയമൊക്കെ അടുത്തു കഴിഞ്ഞു. മിഥുനേട്ടനെ രക്ഷിക്കാനുള്ള ശക്തി ഇത്രയും നാളും അദ്ദേഹത്തിന്റെ പാതിയായി ജീവിച്ച എനിക്കും അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന ആ പെൺകുട്ടിക്കും മാത്രമാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. പക്ഷെ നിന്നെ രക്ഷിക്കാനുള്ള ശക്തി നിനക്ക് പോലും ഉണ്ടാവില്ല എന്നോർത്തോ. അത് ഈ കുടുംബത്തിന്റെ പടി ഇറങ്ങി കഴിയുമ്പോ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാനല്ല, നീയാ മേഘനെ. നിന്റെ ആ പിള്ളേരുടെ ശല്യം ഇന്നത്തോടെ തീരാൻ പോവാ. ഓൾറെഡി നിനക്കുള്ള ആപത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം നീ കരഞ്ഞോണ്ട് ജീവിക്കേണ്ടി വരും. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ വിളിച്ച സർപ്പം വരുന്ന ഉറപ്പല്ലേ? ഞാൻ ഈ മകുടി ഉതി ഇവിടെ നിക്കണോന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കും. എന്റെ സർപ്പം ഞാൻ എന്തു പറഞ്ഞാലും തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. നിങ്ങൾ പറയുന്നത് സത്യാണല്ലോ. ആരെയാ കൊത്തണ്ടേന്നുള്ളത് നിങ്ങൾ കാണിച്ചതാ. അയാളുടെ മരണം കാണാതെ എന്റെ സർപ്പം അവിടെ നിന്ന് തിരിച്ചു വരില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങളുടെ സർപ്പം കൊത്തിക്കൊല്ലണം.